ഈ നിലമ്പൂരിന്റെ വികസന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്നും ഒരു നല്ല നിലമ്പൂരുകാരനായി നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നാണ്. നിങ്ങൾ ഒരിക്കലും എന്നെ ഒരു MLA ആയി കാണരുത്. നിങ്ങൾ ഒരിക്കലും എന്നെ ഒരു ജനപ്രതിനിധിയായി കാണരുത്. നിങ്ങൾ ഒരിക്കലും എന്നെ ഒരു നേതാവായി കാണരുത്. എനിക്ക് വിനീതമായി നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത്, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച ഒരു ബാപ്പുട്ടിയായി മാത്രം എന്നെ കണ്ടാൽ മതി. ഏത് സമയത്തും ഏത് കാലത്തുമാണെങ്കിലും എന്നെ കാണാനും എന്നോട് സംസാരിക്കാനും കഴിയാവുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനും എന്നെ കൊണ്ട് കഴിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. പിന്നെ UDF തുടങ്ങി വെച്ച കുറെ വികസന പ്രവർത്തനങ്ങളുണ്ട്. നമ്മുടെ ബൈപ്പാസ് ഒന്നുമല്ലാതെ കിടക്കുക കഴിഞ്ഞ 9 വർഷം. നമ്മൾ KSRTCയുടെ ബസ് സ്റ്റാൻഡ് അതേപോലെ കിടക്കുക. നമ്മുടെ ഗവൺമെന്റ് കോളേജ് ഒന്നും ആയിട്ടില്ല. അങ്ങനെ ചന്തക്കുന്നിലെ ഈ ബസ് സ്റ്റാൻഡ് വലിയ പ്രഖ്യാപനം നടത്തി വന്നവരാണ് ഇന്ന് മുനിസിപ്പാലിറ്റിയിൽ ഉള്ളത്. ഒന്നും ചെയ്യാതിരിക്കുക, ഒരു ചോദ്യചിഹ്നമായി നിൽക്കുക. അതിനൊക്കെ നമുക്ക് പരിഹാരം ഉണ്ടാവണം. ഈ ഗവൺമെന്റ് എത്ര കണ്ട് എന്നെയും ഞാനുമായി സഹകരിക്കും എന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും പരമാവധി അത് ശ്രമിച്ച് ഈ ഗവൺമെന്റ് പരമാവധി സമ്മർദ്ദം ചെലുത്തി ഈ സമയം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ എന്തായാലും കൂടെ ഉണ്ടാവും എന്നാണ്. പക്ഷേ നമുക്കൊക്കെ ഒരു പ്രതീക്ഷയുള്ളത് ഈ 9 മാസക്കാലമല്ല, നമുക്കെല്ലാം നമുക്ക് കഴിഞ്ഞ കാലത്തെ പോലെ ഉമ്മൻചാണ്ടി നയിച്ച ഒരു കേരളം പോലെ ഒരു ജനാധിപത്യ കേരളം 2026 ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും എന്നൊരു പ്രതീക്ഷ കൂടി നമുക്കുണ്ട്. എന്തൊക്കെയായാലും ഒരു നിലമ്പൂരുകാരനായി ഒരു നല്ല നിലമ്പൂരിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇതുവരെ ഒരു MLAക്കും ലഭിക്കാത്ത, ഒരു സ്ഥാനാർത്ഥിക്കും ലഭിക്കാത്ത ഭൂരിപക്ഷമാണ് നിങ്ങൾ നിയമസഭയിൽ ഇതുവരെ ആർക്കും ലഭിക്കാത്ത ഒരു ഭൂരിപക്ഷം. 965 മുതൽ ഈ നിയോജക മണ്ഡലം ഉണ്ടായത് മുതൽ ഇതുവരെ ആർക്കും ലഭിക്കാത്ത ഒരു ഭൂരിപക്ഷമാണ് നിങ്ങൾ എനിക്ക് നൽകിയത്. അതെന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ എന്നും ഉണ്ടാവും ആ സ്നേഹവും ആ കടപ്പാടും എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിലമ്പൂർക്കാരോട് ഒരിക്കലും നന്ദി പറഞ്ഞ് പിരിയാൻ എനിക്ക് കഴിയില്ല. നമ്മൾ നന്ദി പറഞ്ഞ് പിരിയേണ്ടവരല്ല. അതുകൊണ്ട് അങ്ങനെ ഒരു നന്ദി പ്രകടനത്തിന് ഞാനില്ല. നമുക്ക് ഒരുമിച്ച് നീങ്ങാം. നിങ്ങളുടെ കൂടെ ഞാൻ ആര്യാടൻ ഷൗക്കത്ത് എന്നും ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.